മദ്യവും ഭാഗ്യക്കുറി ചൂതാട്ടവും സർക്കാരിന്റെ മുഖ്യ വരുമാനോപാധികളാവുമ്പോൾ സ്ഥിതി ഭയാനകമാവുന്നുവെന്ന് മാർഗദർശക മണ്ഡലം കേരള അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി. ദൂരക്കാഴ്ചയില്ലാത്ത ഭരണകൂടം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രീണന പദ്ധതികൾ ജനാധിപത്യത്തിന് അപമാനമാണെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. കൊച്ചിയിൽ ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹിന്ദു മഹാസംഗമത്തിൽ ധർമ്മസന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവചേതനയെ സ്വാധീനിച്ച് മയക്കി നിർവീര്യരാക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ വ്യാപകമാവുന്നുണ്ടെന്ന് സ്വാമി ചിദാനന്ദപുരി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനാഭിവൃദ്ധിയെ സംബന്ധിച്ച് ദൂരക്കാഴ്ചയില്ലാത്ത ഭരണകൂടം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രീണന പദ്ധതികൾ ജനാധിപത്യത്തിന് അപമാനമാണ്. ഹൈന്ദവ സമാജം പ്രസ്തുത വെല്ലുവിളികളെ ക്രിയാത്മകമായി പ്രതിരോധിക്കണം. വിദ്യാർജനവും ഗവേഷണവും വിശേഷപ്പെട്ട കഴിവുകളുടെ ആവിഷ്കാരവുമൊക്കെ ലഹരിയാവണമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിയിൽ നടന്ന ഹിന്ദു മഹാസംഗമത്തിൽ ധർമ്മസന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മാത്രമേ, ജനതയ്ക്ക് മാത്രമേ നിലനിൽക്കാൻ അവകാശമുള്ളൂ. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർക്ക് നിലനിൽക്കാൻ അവകാശമില്ല. അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പ് വേണോ? ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. എന്താണ് നമുക്ക് ഇടക്കാലത്ത് അന്ധകാരത്തിലേക്ക് ആഴാൻ കാരണമായത്? എങ്ങനെയാണ് നമ്മൾ ഉയർന്നത്? വർത്തമാനകാലത്തിലും അത് തന്നെയാണ്. സ്വാഗത സംഘം അധ്യക്ഷൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ദീപപ്രജ്വലനം നിർവഹിച്ചു. മാർഗദർശക മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ആമുഖ ഭാഷണവും മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി അനഘാമൃതാനന്ദപുരി ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. എറണാകുളത്ത് പര്യടനം പൂർത്തിയാക്കി ധർമ്മസന്ദേശ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. അമൃത ന്യൂസ്, കൊച്ചി.